ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള നമ്മുടെ പുരാതന പ്രസിദ്ധമായിട്ടുള്ള ഈ കുറവലങ്ങാട് പള്ളിയുടെ ആർച്ച് പ്രീസ്റ്റായിട്ടുള്ള അഗസ്റ്റിൻ കുറ്റിയാനിക്കലച്ച, സ്നേഹമുള്ള സഹോദര വൈദികരെ, വാത്സല്യമുള്ള സിസ്റ്റേഴ്സ്, എനിക്കേറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, ഇവിടെ ആയിരിക്കുന്ന നല്ലവരായിട്ടുള്ള ജനപ്രതിനിധികൾ, നാട്ടുകാർ, സഹോദരി സഹോദരങ്ങൾ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഒരുപാട് വികാര വായ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ ദേവാലയത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലെ ആദ്യമായിട്ട് ഈ പരിശുദ്ധ കുർബാന നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊത്ത് അർപ്പിക്കുന്നത്. വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കടപ്പാട് ഈ പള്ളിയോടും ഈ നാടിനോടും ഈ ഇടവകയോടും എല്ലാറ്റിലുപരി പാലാ രൂപതയോടും എനിക്കുണ്ടെന്നുള്ളത് ഞാനിവിടെ പരസ്യമായിട്ട് ഓർമ്മിക്കുകയാണ്. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഭരണസംബന്ധമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കരം തരുന്ന, ഒരുപക്ഷെ ഒരു നിർബന്ധവും നമ്മൾ ചെലുത്താതെ തന്നെ ഇഷ്ടത്തോടുകൂടെ സഹായിക്കുന്ന ഒരിടമാണ് ഈ ദേവാലയം, ഈ ദേവാലയത്തിലെ ജനങ്ങളൊക്കെ. ഞാനിവിടെ ആയിരിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന അനിതര സാധാരണമായിട്ടുള്ള ഔദാര്യത്തിന്, നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നിങ്ങളുടെയൊക്കെ കടപ്പാടുണ്ടെന്നും എൻ്റെ കൃതജ്ഞത വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്തതാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സഭ കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് ഉറപ്പുണ്ട്, പരിശുദ്ധ അമ്മ നമ്മെ കൈവിടില്ല. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് ശക്തി പകരുമെന്ന്. അതുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് എന്നതിനേക്കാൾ അമ്മയുടെ അഭയം തേടുന്ന ഒരു അടിമയെപ്പോലെയാണ് ഞാൻ ഈ ദേവാലയത്തിലെ നിങ്ങളോടൊത്ത് ഈ ബലിക്ക് സന്നിഹിതനാകുന്നത്. നിങ്ങൾ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. സിറോ മലബാർ സഭയുടെ എല്ലാ നിയോഗങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ തൃശ്ശൂർ പട്ടണത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ ഗ്രാമീണനല്ല. തൃശ്ശൂർ പട്ടണത്തിൻ്റെ ഒത്ത നടുവിലെ മാതാവിൻ്റെ നാമത്തിലുള്ള പുത്തൻപള്ളി ബസിലിക്കയാണ് എൻ്റെ ഇടവക. വീട്ടിലെ 10ാമത്തെ കൊച്ചനാണ് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് അങ്ങനെ വലിയ സാമ്പത്തിക സുസ്ഥിതിയൊന്നുള്ളൊരു കുടുംബമല്ല. പണിയെടുത്ത പട്ടിണി കൂടാതെ ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബമാണ്. പക്ഷെ അമ്മ വീട്ടിലുള്ള കുറച്ച് സ്ഥാവര ജംഗമ സ്വത്തുക്കളൊക്കെ പങ്കിടാനായിട്ട് ഞങ്ങളെ മക്കളെല്ലാം വിളിച്ചു. അമ്മ പറഞ്ഞു, ഞാൻ മരിച്ചിട്ട് നിങ്ങൾ തല്ലുകൂടരുത്, വഴക്ക് കൂടരുത്, എല്ലാം ഞാൻ ഉള്ളപ്പോൾ സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് തീർക്കാം. എന്നെയാണ് ആദ്യം വിളിച്ചത്. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ദുരാഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് ഇളയവനാണ് തറവാട്ട് വീട് കിട്ടുക. അപ്പോൾ താക്കോല് വാങ്ങിക്കാനായിട്ട് കയ്യൊക്കെ കൂപ്പി ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മ കെട്ടിപ്പിടിച്ച് ഒരു ചക്കര മുത്തം തന്നിട്ട് പറഞ്ഞു, നിനക്കൊന്നും വേണ്ട, അമ്മ ചൊല്ലിയ പഴകിയ
കെട്ടുപൊട്ടിയ കൊന്ത എൻ്റെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് നീ കൈപ്പിടിച്ചോ, നിൻ്റെ എല്ലാ കാര്യങ്ങളും നീ അമ്മയോട് പറയണം, അമ്മ നിന്നെ കൈവിടില്ല. ഞാനിത് പറയുമ്പോൾ ഞാൻ ഇന്ന് ഈ ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കുറവിലങ്ങാട് മുത്തിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന അത് മാത്രമാണ്. ഈ സഭ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിലും അമ്മയെ കൈവിടല്ലേ. കാനായിലെ കല്യാണ വിരുന്നിലെ ഇത്ര മനോഹരമായിട്ടുള്ളൊരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു കുടുംബത്തിൻ്റെ മാനം മുഴുവൻ നഷ്ടപ്പെടുന്നൊരു നിമിഷം, വീഞ്ഞ് തീർന്നു പോയ കുടുംബം. ആ വാക്കുകളുടെ പിറകിൽ ഒരു അപമാനത്തിൻ്റെ ഹിമാലയ പർവ്വതമുണ്ട്. ആരുടെ മുമ്പിലും തലപൊക്കി നോക്കാൻ പറ്റാത്ത വിധത്തിലെ അപമാനിതമായ ഒരു കുടുംബത്തിലെ അമ്മ ആദ്യമായിട്ട് മോനോട് പറയുന്നൊരു കാര്യമുണ്ട്, മോനെ അവർക്ക് വീഞ്ഞില്ല. ആ വാക്കുകളുടെ പിറകിലെ അമ്മ ഒളിച്ചു വെക്കുന്ന ഒരു വികാരമുണ്ട്. എവിടെയാണോ വീഞ്ഞു തീർന്നു പോയിട്ടുള്ളത് അവിടെയൊക്കെ അമ്മ കൂട്ടിനുണ്ട്. മോനോട് പറയാൻ, മോനെ അവർക്ക് വീഞ്ഞില്ല. ഈശോ ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. അമ്മേ, എനിക്കും നിനക്കും എന്താണ്? അത് അവരുടെ കാര്യമല്ലേ. രണ്ടാമത്, എൻ്റെ സമയമായിട്ടില്ലല്ലോ അമ്മേ. അമ്മ നിർബന്ധിച്ചപ്പോൾ വാക്കുകൊണ്ട് സമ്മതം പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് അമ്മ മനസ്സിലാക്കി. അമ്മ പരിചാരകരോട് എന്താ പറഞ്ഞത്? അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ആ കൽഭരണികളിൽ വെള്ളം നിറച്ചുവെന്ന് പറയുന്നുണ്ട്. പക്ഷെ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത് ആ ഭരണികളിൽ നിറച്ചത് ആ കുടുംബത്തിൻ്റെ കണ്ണുനീരാണ്. ആ കണ്ണുനീരിലാണ് ഈശോ അത്ഭുതം പ്രവർത്തിച്ചത്. അത് രുചിച്ച് നോക്കിയ കലവറപ്രമാണി പറഞ്ഞു, എനിക്ക് സങ്കടമുണ്ട്, നിങ്ങൾ കാണിച്ചത് മണ്ടത്തരമാണ്. എല്ലാവരും നല്ല വീഞ്ഞൽ ആദ്യം വിളമ്പുക, നിങ്ങളത് ഒളിച്ചു വെച്ചത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ സഭ കടന്നു പോകുന്ന ഈ വലിയ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഒറ്റ കാര്യം മാത്രമേ ചെയ്യണ്ടൂ, വീഞ്ഞ് തീർന്നു പോയെന്ന് അമ്മയോട് പറയണം. അമ്മ കൽഭരണികൾ നിറയ്ക്കും. നമ്മുടെ കണ്ണുനീര് കൊണ്ട് അമ്മ കൽഭരണികൾ നിറയ്ക്കും. അമ്മ നമ്മെല്ലാം സന്തോഷത്തിലേക്ക് എത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ എൻ്റെ ദൗത്യം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്നു. അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഈ കുറവലങ്ങാട്ടത്തെ നമ്മുടെ ഏറ്റവും പുരാതനമായിട്ടുള്ള ചരിത്രത്തിലെ എവിടെയെങ്കിലും മാതാവിൻ്റെ നാമത്തിലെ ഒരു പള്ളി സ്ഥാപിച്ചുവെന്ന് ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ഇന്ത്യ, ഇൻ ദ ഹോൾ വേൾഡ്, പരിശുദ്ധ അമ്മയുടെ നാമത്തിലെ ഒരു പള്ളി സ്ഥാപിച്ചുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന, അമ്മ പറഞ്ഞ സ്ഥലത്ത്, അമ്മ കാണിച്ച സ്ഥലത്ത് പണിതുവെന്ന് വിശ്വസിക്കുന്ന ഈ അമ്മയുടെ വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്നത്. അമ്മ എല്ലാം പരിഹരിക്കും. എല്ലാ കണ്ണുനീരും അമ്മ ഏറ്റവും മേൽത്തരം വീഞ്ഞാക്കി മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്നേഹമുള്ളവരെയും, നമ്മൾ ഉയർപ്പ് കാലത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ചയിലാണ്. ഇന്നത്തെ വായനകളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ഇന്നത്തെ 1-ാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് 3-ാമത്തെ അധ്യായത്തിൽ 1 തുടങ്ങി 12 വരെയുള്ള വചനങ്ങളാണ് ഇവിടെ നിങ്ങൾ വായിച്ചു കേട്ടത്. ദൈവം മോശയെ വിളിക്കുന്നതാണ്. ദൈവം മോശയെ വിളിക്കുന്നതാണ്. മോശ ആട്ടിടയനായിരുന്നു. അക്കാഡമിക്കായിട്ട് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലായിരുന്നു.
പക്ഷെ ദൈവം മോശയെ വിളിക്കുമ്പോൾ മോശ പറയുന്നുണ്ട്, ഫറവോയുടെ അടുക്ക പോകാൻ എനിക്ക് കഴിയില്ല, കാരണം എനിക്ക് വിക്കലുണ്ട്, പറഞ്ഞൊപ്പിക്കാൻ എനിക്ക് സാധിക്കുകയില്ല, അതുകൊണ്ട് നീ എന്നെ മാറ്റണം, എനിക്ക് പകരം വേറെ ആരെയെങ്കിലും വിടണം. യഹോവയായ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്റെ വടി താഴെയിടുക, അത് സർപ്പമായി, നീ സർപ്പത്തിൻ്റെ വാല് പിടിക്കുക, അത് വടിയാകും. പ്രിയമുള്ളവരെ, തട്ടിൽ പിതാവിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, വിക്കനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അനിതര സാധാരണമായിട്ടുള്ള ഒരു കഴിവുമില്ല. ഞാനൊരു സാധുവും സാധാരണക്കാരനുമാണ്. പക്ഷെ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ദൈവം നിയോഗിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ പരാജയപ്പെടാൻ പാടില്ല. അത് എൻ്റെ കഴിവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ അല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ടാണ്. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ച പദ്ധതി, ദൈവത്തിൻ്റെ നിയോഗം, അത് നിർവഹിക്കപ്പെടാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കാനും നിങ്ങളോട് മുത്തിയമ്മയുടെ മുൻപിൽ മുട്ടുകുത്തുമ്പോഴൊക്കെ സഭയെ ഓർക്കാനും വേണ്ടി യാചിക്കാനുമാണ് ഞാൻ ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയായിരുന്നു. 3-ാമത്തെ അധ്യായം 20 തുടങ്ങി 26 വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾ വായിച്ചു കേട്ടത്. എസെക്കിയേലിനെ ദൈവം വിളിക്കുമ്പോൾ എസെക്കിയേൽ ഒഴിഞ്ഞു മാറുന്നുണ്ട്. എസെക്കിയേൽ പറയുന്നുണ്ട്, ഈ ജനം മഹാകുഴപ്പമാണ്, സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ അവരെന്നെ ഓടിപ്പിക്കും, അവരെന്നെ അടിച്ചൊതുക്കും, ഞാൻ പോകില്ല എന്ന് പറയുമ്പോൾ യഹോവയായ കർത്താവ് എസെക്കിയേലിനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാനാണ് നിന്നെ വിളിച്ചത്, ഞാനാണ് നിന്നെ അയക്കുന്നത്, നീ ഭയപ്പെടരുത്, നിന്റെ കഴിവ് കൊണ്ട് നീ നേടുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, നീ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി നീ നിർവഹിക്കും. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഇത് എൻ്റെ കാര്യത്തിൽ മാത്രം അല്ല, നിങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിൽ സത്യമാണ്. ഞാൻ ചിലപ്പോഴും എൻ്റെ തന്നെ ഒരു ജീവിതാനുഭവം പറയാണ്. 10ാമത്തെ കുഞ്ഞിനെ അമ്മ പ്രസവിച്ചിട്ട് 1.5 വയസ്സായപ്പോഴേ എൻ്റെ അപ്പൻ ഹൃദയസ്തംഭനം മൂലം മരിച്ചുപോയി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ആദ്യത്തവന് 17, ഒടുവിലത്തേനെ ജനിച്ചിട്ട് 1.5 വയസ്സ്. അമ്മ പൊട്ടിക്കരഞ്ഞപ്പോൾ അന്ന് പള്ളിയിലെ വികാരിച്ചൻ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എടീ നീ കരയരുത്, തമ്പുരാൻ തന്നതാണെങ്കിലേ തമ്പുരാൻ നോക്കിക്കൊള്ളും. ഞാൻ ഇത് ഇന്ന് അഭ്യസ്ത വിദ്യരായിട്ടുള്ള നിങ്ങളുടെ മുൻപിൽ പറയുമ്പോൾ, കാലം മാറിപ്പിതാവേ, നമ്മുടെ സാഹചര്യങ്ങൾ മാറിപ്പിതാവേ എന്നൊക്കെ നിങ്ങൾ എന്നെ നോക്കി ചോദിക്കുന്നത് എൻ്റെ മനസ്സ് കാണുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. പലപ്പോഴും ചില മാതാപിതാക്കൾ എന്നോട് വന്നിട്ട് പറയാറുണ്ട്, മക്കളെ നോക്കുന്നില്ല, വീട്ടിൽ കയറ്റുന്നില്ല, അവർ തിരിഞ്ഞ് ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. ഞാനിപ്പോൾ അവരോട് പറയും, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 2 പേര്. അത്രയേ ഉണ്ടായുള്ളൂ. അല്ല, അന്ന് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചതാ. ഞാനൊരു കാര്യം പറയും, നിങ്ങളെ നോക്കാൻ ദൈവം കരുതി വെച്ച മകനെ മകളെ നിങ്ങൾ കൈനീട്ടി സ്വീകരിച്ചില്ല. അതുകൊണ്ട് വല്ല അനാഥാലയങ്ങളും വൃദ്ധമന്ദിരങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകണം. ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. എസെക്കിയേൽ കരഞ്ഞപ്പോൾ, എസെക്കിയേൽ സങ്കടപ്പെട്ടപ്പോൾ, സംഘർഷഭരിതനായപ്പോൾ
ദൈവമായ കർത്താവ് എസെക്കിയേലിനോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. നിന്നെ വിളിച്ചത് ഞാനാണ്, നിന്റെ ദൗത്യം എൻ്റെ ദൗത്യമാണ്. നീ ഭയപ്പെടാൻ പാടില്ല, നീ മുന്നോട്ട് നിൽക്കണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ വായിച്ചാലുണ്ടല്ലോ, ഇത്ര ചങ്കൂറ്റമുള്ള ഒരു സ്നാപക യോഹന്നാനാണ് എസെക്കിയേൽ. എത്ര ശക്തമായിട്ടാണ് അന്നത്തെ നാടുവാഴികളോട് എസെക്കിയേൽ സംസാരിച്ചത്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിലെ പ്രവാചകന്റെ വിപ്ലവങ്ങൾ നിങ്ങൾ കാണും. ഒരു പ്രവാചകൻ സംസാരിക്കുന്നത്. എസെക്കിയേലിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും എസെക്കിയേലിൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷനൊക്കെ നോക്കുമ്പോൾ എസെക്കിയേലിൻ്റെ പുസ്തകം പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കുന്ന അച്ഛന്മാരും ഞെട്ടുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ എസെക്കിയേൽ എഴുതിയെന്ന്. എസെക്കിയേലേ, നീ ഏറ്റെടുക്കുന്ന ദൗത്യം നിൻ്റേതല്ല, അത് എൻ്റേതാണ്. നീ എൻ്റേതാണ്. ഞാൻ ചിലപ്പോൾ പട്ടം കൊടുക്കുന്ന സമയത്ത് പാടുന്നൊരു പാട്ട് നവവൈദികരെ ഓർമ്മപ്പെടുത്തി വ്യാഖ്യാനിക്കാറുണ്ട്. അച്ഛന്മാർക്ക് പട്ടം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, വലത് കരം തലയിലും ഇടതുകരം മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ചു പാടുന്ന പാട്ട് എന്താണെന്നറിയാമോ? കക്ര നൽകിയ മിശിഹായെ. ഞാൻ അച്ഛന്മാരോട് പറയാറുണ്ട്, അച്ഛൻ പേടിക്കരുത്, ഒന്നുകൊണ്ടും പേടിക്കരുത്. അച്ഛൻ മനസ്സിലാക്കേണ്ടത് അച്ഛനെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ കക്ര നൽകിയ കർത്താവുണ്ട്. കർത്താവാണ് ഇതെല്ലാം നടത്തുന്നത്. കർത്താവിലെ ബലം കിട്ടാൻ ഇടയൻ്റെ വടി അത് കർത്താവിൻ്റെ ദൗത്യത്തിൻ്റെ വടിയാണ്. ഇടയൻ്റെ തൊപ്പി രാജാവിൻ്റെ തൊപ്പിയല്ല. വെയിലുകൊള്ളാതിരിക്കാൻ ഇടയന്മാർ ധരിച്ച തൊപ്പിയുടെ തുടർച്ചയാണ്. എപ്പോഴൊക്കെ വെയിലുണ്ടോ, എപ്പോഴൊക്കെ മഴയുണ്ടോ, എപ്പോഴൊക്കെ കൊടുങ്കാറ്റുണ്ടോ എന്നാണോ നിങ്ങൾ നഷ്ടധൈര്യരാകുന്നത്, അന്ന് ദൈവമായ കർത്താവിനൊരു വാക്കുണ്ട്, ഈ ദൗത്യം നിന്റെ തറവാട്ട് ദൗത്യമല്ല, ഇതെൻ്റെ ദൗത്യമാണ്, ഞാനാണ് നിന്നെ വിളിച്ചത്. അതുകൊണ്ട് നിന്റെ ദൗത്യം പരാജയപ്പെട്ടാലേ ഞാൻ പരാജയപ്പെടും. അതുകൊണ്ട് നീ കൂട്ടുപങ്കാളിയാണ്. എൻ്റെ മാതാപിതാക്കളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഉണ്ടല്ലോ, അതൊരു കൂട്ടുപങ്കാളിത്തമാണ്. ഇറ്റ് ഈസ് എ കോറസ്പോൺസിബിലിറ്റി. ദൈവം രണ്ട് കാര്യം 2 പ്രാവശ്യം ചെയ്യാത്തതുണ്ട്. ഒന്ന്, സൃഷ്ടികർമ്മം നടത്തിയ ശേഷം താക്കോൽ ആദാമിൻ്റെ ഹവ്വായുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി പണി ഞാൻ ചെയ്യില്ല, നിങ്ങൾ ചെയ്തേക്കണം. വർദ്ധിക്കുക, പെരുകുക, ഈ ഭൂമിയെ കീഴടക്കുക. പെസഹായിൽ അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത ശേഷം കർത്താവ് മേലങ്കി അണിഞ്ഞ് പന്തിയിൽ വന്നിരുന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട അപ്പമാണ്, ഇനി ഞാനിത് ചെയ്യുകയില്ല. എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങൾ, പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മുടെ സ്വകാര്യ ദൗത്യമല്ല, അത് കർത്താവിൻ്റെ ദൗത്യത്തിലെ എന്നെ കൂട്ടുപങ്കാളിയാക്കാൻ വിളിച്ചതാണെന്നുള്ള ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് സഭയ്ക്ക് ദിശ തെറ്റുന്നത്. ആ തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് ഞാനും നിങ്ങളും ധൂർത്തപുത്രനെ പോലെ വഴിതെറ്റിപ്പോകുന്നത്. ഞാനൊരിക്കൽ ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുടുംബത്തിലെ 4 മക്കൾ, പക്ഷെ ആദ്യത്തെ 3 കുട്ടികളും മെൻ്റലി ചലഞ്ചഡാണ്. ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കും. മറ്റേ വാക്ക് ഇപ്പോൾ പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. മെൻ്റലി ചലഞ്ച്, ബുദ്ധിക്ക് അല്പം കുറവുള്ള കുഞ്ഞുങ്ങൾ. ഞാൻ ഈ 3 കുട്ടികളെ കണ്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ 4ാമത്തെ കുട്ടിയെ സ്വീകരിക്കാൻ? അവരെന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ 4ാമത്തെ മോൻ ഈ അടുത്ത കാലത്ത് നാട്ടിൽ ജനിച്ചതിൽ ഏറ്റവും ബുദ്ധിയുള്ളവനാണ്. അവൻ നല്ല കുട്ടിയാണ്, കഴിവുള്ള കുട്ടിയാണ്.
ഈ 3 പേരെ നോക്കാൻ ദൈവം അവനെ ഞങ്ങൾക്ക് നൽകിയതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കംഫർട്ടബിലിറ്റി, അതാണ് ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡ്, കംഫർട്ടബിലിറ്റി. എല്ലാം എനിക്ക് അനുകൂലമാകണം, എല്ലാം എൻ്റെ സൗകര്യങ്ങൾക്ക് കർത്താവ് ഒതുക്കി തരണം. ആ ഒരു നിലപാടാണ് സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഞാനും നിങ്ങളും വെല്ലുവിളികളെ ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വരുന്നില്ല. വെല്ലുവിളികളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ കാര്യമാണ് ഇന്നത്തെ ലേഖന ഭാഗം നമുക്ക് നൽകുന്നത്. ഇന്നത്തെ ലേഖന ഭാഗത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദാനങ്ങളുടെ വൈവിധ്യങ്ങളെക്കുറിച്ചാണ്. ദാനങ്ങളുടെ വൈവിധ്യം. ദൈവം മനുഷ്യനെ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ വൈവിധ്യമുള്ളതാണ്. ഞങ്ങൾ വൈദികർക്കും സമർപ്പിതർക്കും ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങൾ, അത് ഞങ്ങളുടെ ബ്രഹ്മചര്യവും ഞങ്ങളുടെ കന്യാത്വവും കാത്തു സൂക്ഷിച്ച് അനുസരണത്തോടുകൂടെ നിൽക്കാൻ ഉള്ള വലിയ വെല്ലുവിളിയാണ്. ദാമ്പത്യത്തിൽ ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദൗത്യമുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഓരോരുത്തരെ വൈദിക ജീവിതത്തിൽ പ്രതിസന്ധിയാണ്, വിട്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, അച്ഛാ ഞാനൊരു കാര്യം അച്ഛനോട് പറയട്ടെ, അച്ഛൻ പൗരോഹിത്യത്തിൻ്റെ ബ്രഹ്മചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിട്ടുപോകുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ അച്ഛൻ മനസ്സിലാക്കണം, അക്കരെ പച്ചയല്ല. കല്യാണം കഴിച്ചാൽ എല്ലാം എളുപ്പമാകുമെന്ന് അച്ഛൻ കരുതുന്നുണ്ടെങ്കിൽ യു ആർ റോങ്. ഞാൻ ചിലപ്പോൾ നിങ്ങളാൽമാരോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ ബ്രഹ്മചര്യ ജീവിതം വലിയ പീഡാനുഭവത്തിൻ്റെ ഗാകുൽത്തയാണ്. ഇതൊക്കെ ഞങ്ങൾക്കും നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾ വഹിക്കുന്ന ഭാരമുണ്ടല്ലോ, ആ ഭാരം മറ്റൊരു ഗാകുൽത്തയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ തിരിച്ചറിയും. നമ്മുടെ മക്കളിലൂടെ, നമ്മുടെ തലമുറകളിലൂടെ ഒരുപക്ഷെ നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മതബോധനമോ നമ്മുടെ ദൈവശാസ്ത്ര പഠനങ്ങളോ നമ്മുടെ സെമിനാരികളോ നമ്മുടെ നൊവീഷ്യേറ്റ് ഭവനങ്ങളോ ഒന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല. അതെല്ലാം നമ്മുടെ കുടുംബങ്ങളുടെ പാരമ്പര്യമാണ്. നമ്മുടെ കുടുംബങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ കാണിച്ചിട്ടുള്ള വലിയ ദൂരക്കാഴ്ചകൾ, ആ വലിയ ദൂരക്കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ മക്കളുടെ ഗുണമേന്മകൾ. മക്കൾക്കെല്ലാം അനുകൂലമാക്കാൻ നിങ്ങളും ഞാനും പരിശ്രമിക്കുമ്പോൾ കാൽവരിയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് പത്രോസ് സ്വപ്നം കണ്ടതുപോലെയാണ്. നീ അങ്ങോട്ട് പോകരുത്, നീ കുരിശെടുക്കരുത്, നീ പോയാലേ നിന്നെ അവർ പിടിക്കും, നീ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് പത്രോസ് ഉപദേശിച്ചതുപോലെയാണ്. ഞാൻ നമ്മുടെ കുടുംബങ്ങളിൽ മക്കളോട് കാണിക്കുന്ന ഒരു പിശുക്കുണ്ട്, മക്കളോട് കാണിക്കുന്ന ഒരു ഇഷ്ടക്കുറവുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹം സമുദായമൊക്കെ നേരിടുന്ന വലിയ പ്രതിസന്ധികളുടെ ഒരു മണിമുഴക്കമായിട്ടാണ് എനിക്കത് പറയാനുള്ളത്. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഞാനൊരു ഇടവകയിലെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ അത്താഴം കഴിക്കാനായിട്ട് പോയപ്പോൾ ആ ഇടവകയുടെ പേര് ഞാൻ പറയുന്നില്ല. വികാരിച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ ഇടവകയിൽ ഏകദേശം 100-ൽ താഴെ വീടുകൾ ആളില്ലാതെ അടച്ചിട്ടിരിക്കുക. ആളുകളുടെ കുറവ് കൊണ്ട് എല്ലാം നാടുകടന്നു, എല്ലാം വിട്ടുപോയി, ആളില്ലാത്തത് കൊണ്ട് അടച്ചിട്ടിരിക്കുക. ഒരുപക്ഷെ നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ദിശാസൂചിയാണത്. കർത്താവ് പത്രോസിനെ 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. 3 പ്രാവശ്യം ചോദിക്കുന്നു, നീ ഇവരെക്കാൾ അധികമായിട്ട്
എല്ലാ പ്രാവശ്യവും പറഞ്ഞത്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, നീ എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. നമ്മുടെ ദൗത്യം ഈ ഷപ്പേഡിംഗ് ആണ്. ഈ ഷപ്പേഡിംഗ് ആണ് നമ്മുടെ ദൗത്യം, ദ പാസ്റ്ററൽ വർക്ക്. ഇത് അച്ഛന്മാരും കന്യാസ്ത്രീകളും മാത്രം ചെയ്യാനാണെന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ കഴുകുന്നതും ഭക്ഷണം വാരി കൊടുക്കുന്നതും അവരുടെ അപ്പി കോരുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാസ്റ്ററൽ വർക്കിൻ്റെ ഭാഗമാണ്. കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന അച്ഛൻ ഒരു പാപിയെ വൃത്തിയാക്കുന്നതിന് തുല്യമാണ് ഒരമ്മ ഒരു കുഞ്ഞിനെ കഴുകുന്നത്, ഒരമ്മ കുഞ്ഞിന് ഭക്ഷണം വാരി കൊടുക്കുന്നത്. പലപ്പോഴും നിങ്ങൾ ഞങ്ങളോട് പറയും നിങ്ങൾ അജപാലകരാണെന്ന്. സത്യമാണ്, ഞങ്ങൾ അജപാലകരാണ്. പക്ഷെ ഞങ്ങളുടെ അജപാലന ദൗത്യം വിജയിക്കുന്നത് നിങ്ങൾ കുടുംബങ്ങളിൽ നടത്തുന്ന അജപാലന ശുശ്രൂഷ കൊണ്ടാണ്. നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഈ അജപാലന ശുശ്രൂഷയിലെ നിങ്ങൾ കാണിക്കുന്ന ഒരു കാഴ്ചപ്പാട്, നിങ്ങൾ കാണിക്കുന്ന ഒരു താല്പര്യം, നിങ്ങൾ കാണിക്കുന്ന ഒരു ആത്മസമർപ്പണം, നിങ്ങളുടെ ഒരു ആത്മത്യാഗമുണ്ട്. അതാണ് നമ്മുടെ സഭയുടെ ക്വാളിറ്റി, ഗുണമേന്മയുള്ള വീഞ്ഞ്. പത്രോസിനോട് 3 പ്രാവശ്യം ചോദിച്ചിട്ട് ഒറ്റക്കാര്യം മാത്രം പറഞ്ഞുള്ളൂ, കർത്താവ്, നീ എൻ്റെ ആടുകളെ, നീ എൻ്റെ പെണ്ണാടുകളെ, നീ എൻ്റെ കുഞ്ഞാടുകളെ. അത് മെത്രാന്മാർക്കും അച്ഛന്മാർക്കും റിസർവ് ചെയ്തിട്ടുള്ളൊരു ദൗത്യമല്ല. ആ ദൗത്യത്തിൽ നിങ്ങളെല്ലാം പങ്കുകാരാണ്. കുരിശിൻ്റെ താഴെ നിന്ന ഒരു അമ്മയെക്കുറിച്ച് നിങ്ങൾ മറക്കരുത്. കുരിശിൻ്റെ താഴെ നിന്നൊരമ്മ, സത്യം പറഞ്ഞാൽ ആ അമ്മയാണ് സത്യത്തിൽ നമുക്ക് അമ്മയായിട്ട് തന്നത്. കാനായിലെ കല്യാണ വിരുന്ന് ആസ്വദിച്ച് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്തു പോയ ആ സമയത്തല്ല അത് പറഞ്ഞത്. അങ്ങനെ പറയാമായിരുന്നു. പക്ഷേ യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, ഞാൻ പോകുന്നു, പക്ഷെ ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നു, ഇതാ എൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ പോകുന്നതിൽ അമ്മ സങ്കടപ്പെടണ്ട, ഞാൻ നിനക്കൊരു മോനെ തരുന്നു, ഇതാ നിൻ്റെ മോൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഉയർപ്പ് ഞായറാഴ്ചയിലെ ഉയർപ്പ് കാലഘട്ടത്തിലെ 3-ാമത്തെ ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് നൽകുന്ന വായനകളൊക്കെ നമ്മെ ബലപ്പെടുത്തുന്നതാണ്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിലെ വായനയും എഫെസൂസുകാർക്ക് എഴുതിയ വായനയും ഇന്നത്തെ യോഹന്നാൻ്റെ സുവിശേഷവും നമ്മെ ബലപ്പെടുത്തണം. വരദാനങ്ങളുടെ നിറവ് കൊണ്ട്, ഉത്തരവാദിത്വത്തിൻ്റെ ആത്മസമർപ്പണം കൊണ്ട്, ഞാനും നിങ്ങളും ഏറ്റെടുത്ത ദൗത്യം കർത്താവിൻ്റെ ദൗത്യത്തിൻ്റെ തുടർച്ചയാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ജീവിക്കാനുള്ള ദൗത്യം. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ അടി കൊണ്ടിട്ടുള്ള കണക്ക് മാഷിൻ്റെ കയ്യിൽ നിന്നാണ്. ഇന്ന് എന്തുമാത്രം അടിച്ചിട്ടുണ്ടെന്നറിയാമോ? ഇന്നാണെങ്കിൽ മാഷ് പെൻഷൻ വാങ്ങിക്കില്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, പട്ടത്തിന് മുമ്പ് ഒന്ന് പോയിട്ട് മാഷിൻ്റെ കയ്യിൽ നിന്ന് ഒരു അനുഗ്രഹം മേടിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പോകില്ല. അമ്മ പറഞ്ഞു, എന്താ നീ പോവാത്തെ? അത് ചെന്ന് കഴിഞ്ഞാൽ പട്ടിക ചോദിക്കും. കുട്ടികൾക്ക് ഇപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലായി, ടേബിള്. ഞാൻ മാഷോട് ഒരു ദിവസം സങ്കടപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ 9ൻ്റെ പട്ടിയും 12ൻ്റെ പട്ടിയൊക്കെ ചോദിക്കുന്നു. മാഷ 10ൻ്റെ പട്ടി ഒന്ന് ചോദിച്ചാൽ എന്തോ എളുപ്പമുണ്ട്, പൂജട്ടാൽ മതി. പക്ഷെ ഞാൻ ചെന്നപ്പോഴും മാഷ് വാർദ്ധക്യത്തിലായിരുന്നു. എന്നെ ചേർത്ത് പിടിച്ച് മാഷ് പൊട്ടിക്കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എടാ, ഞാൻ തന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മാഷെ, മുണ്ടുപൊക്കി നോക്കിയപ്പോൾ വടുകെടുക്കുന്നുണ്ട്. മാഷ് പറഞ്ഞു, മോനെ, ഞാൻ കണക്ക് പഠിപ്പിക്കാൻ നിന്നെ തല്ലിയതല്ല, കണക്ക് പഠിപ്പിക്കാൻ ഞാൻ നിന്നെ തല്ലിയതല്ല, കണക്ക് തെറ്റാതെ ജീവിക്കാൻ ഞാൻ നിന്നെ തല്ലിയതാണ്. കണക്ക് പഠിപ്പിക്കാനല്ല ഞാൻ നിന്നെ തല്ലിയത്, കണക്ക് തെറ്റാതെ ജീവിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ അധ്യാപകരെ, നമ്മുടെ പ്രൊഫഷണൽസ്, നമ്മുടെ നഴ്സുമാർ, നമ്മുടെ ഡോക്ടർമാർ, നമ്മുടെ എൻജിനീയർമാർ, അവരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പത്രോസിനോട് ഇന്ന് ചോദിച്ച ചോദ്യം നമ്മളോടും ചോദിക്കുന്നുണ്ട്. നീ എന്നെ ഇവരെക്കാൾ നിങ്ങളുടെ ജോലിയാണ് നിങ്ങളുടെ മിഷൻ പ്രവർത്തനം.
നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അവിടെ നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികൾ. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, നീ എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. നിങ്ങൾ ചെയ്യുന്ന ആ ജോലി അത് മിഷൻ പ്രവർത്തനമാണ്. ആ ജോലിയിൽ നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളാണ്, നിങ്ങൾ കർത്താവിൻ്റെ പ്രവാചകന്മാരാണ്, നിങ്ങൾ കർത്താവിൻ്റെ പുരോഹിതരാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ സിറോ മലബാർ സഭയെ മുഴുവൻ ഞാൻ സമർപ്പിക്കുന്നു. നമ്മുടെ മിഷൻ രൂപതകൾ നിങ്ങൾക്കറിയാം, നമുക്ക് കേരളത്തിൽ 13 രൂപതകളാണ്, കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ 18 രൂപതകളാണ്, ഇന്ത്യക്ക് പുറത്ത് 4 രൂപതകളാണ്, 35 രൂപതകൾ നമുക്കുണ്ട്. യൂറോപ്പിൽ നമുക്കൊരു അപ്പസ്റ്റോലിക് വിസിറ്റേഷനുണ്ട്. പരിശുദ്ധ പിതാവ് എത്രയോ കാരുണ്യത്തോടു കൂടിയാണ് നമ്മുടെ ആളുകൾ പോയിടത്തൊക്കെ നമ്മുടെ അജപാലന ശുശ്രൂഷ നൽകിയത്. അത് വെറുതെ കുർബാന കാണാനും കുമ്പസാരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടല്ല. നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ പൈതൃകങ്ങൾ. ചിലർക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു. ഞങ്ങളൊരു രൂപതയുള്ളപ്പോൾ, ഞങ്ങളൊരു പള്ളിയുള്ളപ്പോൾ ഒരു പുതിയ റീത്തിനെ കൊടുക്കുന്നതിന് ഒരുപാട് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു. അവർക്കോടൊക്കെ മാർപ്പാപ്പ പറഞ്ഞ മറുപടി ഇതാണ്: അവരുടെ പാരമ്പര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവർ അനുവദിച്ചില്ലെങ്കിൽ അവരുടെ തലമുറകൾ അവർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യങ്ങളിലെ നമ്മുടെ മക്കളെ വളർത്താൻ നമ്മുടെ കാരണവന്മാർ നമുക്ക് നൽകിയ കൈവെപ്പ്, ആ കൈവെപ്പ് നമ്മുടെ മക്കൾക്ക് കൈമാറാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒരിക്കൽ കൂടെ യാചിക്കുകയാണ്. ഞാനിത് വന്നെങ്കിലും വല്ലപ്പോഴൊക്കെ ഞാൻ വരും. കുറ്റ്യാനിക്കലച്ച അച്ഛനാ, വല്ലപ്പോഴൊക്കെ ഞാൻ വരും. ഇതുപോലെ ഒന്നും സ്വീകരിക്കാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ വന്ന് മുത്തിയുടെ അടുത്തൊരു കുർബാനയൊക്കെ ചൊല്ലി ഇവിടെയൊക്കെ ഒന്ന് താമസിച്ച് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ട് പോകാൻ. നിങ്ങളും വല്ലപ്പോഴൊക്കെ മൗണ്ട് സെൻറ്റ് തോമസിലേക്കൊക്കെ വരണം. ഇന്ന് സെക്രട്ടറി എന്നോട് പറയുകയാണ്, പിതാവേ ഇവിടത് പറയണ്ട, കുറവിലങ്ങാട്ടുകാർ ബസ് പിടിച്ച് അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. സാരമില്ല, നിങ്ങൾ വന്നോളൂ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും ഞങ്ങളുടെ സൗകര്യങ്ങളൊക്കെ നിങ്ങളും കാണണം. നിങ്ങളെ കാണാൻ ഞങ്ങൾ വരുന്നത് പോലെ. അതുകൊണ്ട് സീറോ മലബാർ സഭ ഘടനാപരമായിട്ടുള്ള ഒരു ഗോത്തിക് സ്റ്റൈൽ പള്ളിയൊന്നുമല്ല, നമ്മുടെ കുടുംബങ്ങളുടെ ഒരു തുടർച്ചയാണ്. നിങ്ങൾ കുടുംബങ്ങളിലെ ഉള്ളത് പങ്കിടുന്നത് പോലെ, ഒന്നിച്ച് കരം കോർക്കുന്നത് പോലെ നമ്മുടെ സഭയുടെ എല്ലാ പള്ളികളും എല്ലാ രൂപതകളും എല്ലാ സന്യാസ സമൂഹങ്ങളും കരം കോർക്കുന്നതാണ് നമ്മുടെ ശക്തി. കാശും പുത്തനും ബാങ്കിൽ കെടുക്കുന്നതും പറമ്പും ആധാരവും ഒന്നുമല്ല നമ്മുടെ ശക്തി. നമ്മുടെ ജനത്തിൻ്റെ തറവാടിത്തവും നമ്മുടെ ജനത്തിൻ്റെ കുലീനത്വവും നമ്മുടെ പൈതൃകങ്ങളുടെ കാത്തുസൂക്ഷിക്കാൻ വിശ്വസ്ത, അതാണ് നമ്മുടെ സമ്പത്ത്. അത് കളയാതെ സൂക്ഷിക്കാൻ ഞാൻ പരിശ്രമിക്കും. എൻ്റെ പരിശ്രമങ്ങൾക്ക് നിങ്ങൾ കരുത്ത് നൽകണം. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന യാചിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ കൈകളിലൂടെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ